പക്ഷെ നാരദ മഹർഷി അത് വേണ്ട എന്ന് മുൻപേ നിശ്ചയിച്ചിട്ടുണ്ട്. ശിവപുരാണത്തിൽ ഒരു കഥാ സന്ദർഭത്തിൽ ഉമാസംഹിതയിൽ പറയും എന്നാണ്. പഞ്ചചൂഡ എന്ന അപ്സരസിനോട് നാരദൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങളും അതിന്റെ മറുപടിയൊക്കെ കാണാം ഉമാസംഹിതയിൽ. നാരദൻ മുൻപേ തന്നെ തീരുമാനിച്ചു, ഞാൻ വിവാഹം കഴിക്കണില്ല. വളർന്നു വരുന്ന തലമുറയിൽ പലരും പറയണ കേൾക്കാം, എന്തൊക്കെയോ കാരണങ്ങളെ കൊണ്ട് അവർ വിവാഹത്തെ ഭയപ്പെടുന്നു. ഒന്നുകിൽ അവർക്ക് മുന്നിൽ പോയവരുടെ അനുഭവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അതിനെ തെറ്റായ രീതിയിൽ ഇപ്പോൾ ധരിക്കപ്പെടുന്നത് കൊണ്ടായിരിക്കാം. എന്തായാലും നാരദനെ വിവാഹത്തിന് പ്രേരിപ്പിച്ചും അടുത്ത ആളാണ് ബ്രഹ്മാവ്. ബ്രഹ്മാവ് പറഞ്ഞു ദക്ഷനോട് പെൺകുട്ടികളെ സൃഷ്ടിക്കുക. അഥവാ നാരദൻ വന്ന് എന്തെങ്കിലും ഉപദേശം കൊടുക്കുകയാണെങ്കിൽ അതിലൊരാളെ നാരദന് വിവാഹം കഴിച്ചു കൊടുക്കാം. അതായിരുന്നു ബ്രഹ്മാവിന്റെ ഉദ്ദേശം. എന്തായാലും അങ്ങനെ മൂന്നാമത്തെ ആ സൃഷ്ടിയിൽ കന്യകമാരെയാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞു. സർവലക്ഷണ സമ്പന്നകളായിട്ടുള്ള തന്റെ പുത്രിമാരെ ധർമ്മൻ, ഭൃഗു, മരീചി, പുലസ്ത്യൻ, അങ്കിരസ്, പുലഹൻ, വസിഷ്ഠൻ, അത്രി തുടങ്ങിയിട്ടുള്ളവർക്ക് വിവാഹം ചെയ്തു കൊടുത്തു എന്നാണ്. അപ്രകാരം കന്യാദാനമൊക്കെ ചെയ്തു. പിന്നീട് അവരുടെ ആ പുത്ര പരമ്പരകളാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ തന്റെ പുത്രിമാരെ ഓരോരുത്തർക്കായിട്ട് വിവാഹം ചെയ്തു കൊടുത്തു. അപ്പൊ അതിൽ ചന്ദ്രനായിക്കൊണ്ട് വിവാഹം ചെയ്തു കൊടുത്ത ചന്ദ്ര പത്നിമാരായിട്ട് കൽപ്പിക്കപ്പെട്ട ദക്ഷപുത്രിമാർ. ചന്ദ്രനോട് ചേർന്ന് വരുന്ന നക്ഷത്രങ്ങളെയാണ് പുരാണങ്ങളിൽ ദക്ഷപുത്രിമാരായിട്ട് പറയുക. 27 നക്ഷത്രങ്ങളുടെ പേരുകൾ നമുക്ക് അറിയാം. അവരെയൊക്കെ കഥാരൂപത്തിൽ പറയുമ്പോൾ ദക്ഷപുത്രിമാരായിട്ടാണ് പറയുക. അങ്ങനെ ചന്ദ്രൻ ഇവരെയൊക്കെ വിവാഹം ചെയ്തു. കാലം കഴിഞ്ഞു. അപ്പോഴാണ് ഒരിക്കൽ ഈ ചന്ദ്രപത്നിമാരിൽ ഒരാൾ ബാക്കിയുള്ളവർ വന്ന്, ഒരാളൊഴികെ മറ്റു പുത്രിമാരെല്ലാവരും വന്ന് ദക്ഷനോട് സങ്കടം പറയുകയാണ്. അതായത് ഈ 27 പേരിൽ രോഹിണിയോട് മാത്രം ചന്ദ്രന് ഒരു പ്രത്യേക മമത ഉണ്ട് എന്നും, ഒന്നിലധികം പത്നിമാരുണ്ടെങ്കിൽ എല്ലാവരോടും ഒരു സമഭാവനയോട് കൂടിയിട്ട് വേണം ഒരു പതി പെരുമാറുവാൻ എന്നിരിക്കെ, മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൂടുതൽ ഒരു അടുപ്പം രോഹിണിയോട് കാണിക്കുന്നു എന്ന മറ്റ് പെൺകുട്ടികളുടെ പരാതി അത് ദക്ഷനോട് ഉണർത്തിക്കുകയാണ്. ആദ്യമൊക്കെ ദക്ഷൻ ചന്ദ്രനെ വിളിച്ച് ഉപദേശിക്കുകയും, പക്ഷെ അതൊന്നും ചെവിക്കൊള്ളുന്നില്ല. ഒടുവിൽ ദക്ഷൻ കോപാകുലനായിട്ട് ശാപം കൊടുത്തു എന്നാണ്. ക്ഷയം ബാധിക്കട്ടെ എന്ന് ശപിച്ചു എന്നാണ്. ശിവപുരാണത്തിൽ ഈ കഥ വരുന്നുണ്ട്. ദ്വാദശ ജ്യോതിർലിംഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ 12 ജ്യോതിർലിംഗ മഹാത്മ്യങ്ങളെ വർണ്ണിക്കുന്ന സമയത്ത് അവിടെ ഈ കഥ വരുന്നുണ്ട്. ദ്വാദശ ജ്യോതിർലിംഗങ്ങളിൽ ആദ്യത്തേത് സൗരാഷ്ട്രത്തിലെ സോമനാഥേശ്വര ജ്യോതിർലിംഗം. അത് ഈ ചന്ദ്രനാൽ പൂജിക്കപ്പെട്ടതായ, ദക്ഷശാപം കൊണ്ട് ചന്ദ്രന് വന്ന് ഭവിച്ച ആ ക്ഷയം എന്ന രോഗാവസ്ഥയെ നീക്കാൻ വേണ്ടി മറ്റു ദേവന്മാരുടെ പ്രാർത്ഥനയെ കേട്ടിട്ടാണ് ചന്ദ്രൻ ശിവഭജനം ചെയ്യാൻ ആരംഭിച്ചു എന്നും, അങ്ങനെ ആ ചന്ദ്രൻ ശിവനെ ഭജിച്ച ഇടമാണ് സൗരാഷ്ട്രം, സൗരാഷ്ട്രത്തിലെ സോമനാഥം എന്ന ഇടം. അവിടെ ആ ചന്ദ്രൻ നിത്യവും സ്നാനം ചെയ്ത ഒരു തീർത്ഥം, അത് ചന്ദ്രകുണ്ഡം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങുന്നു. അപ്പൊ അവിടെ വളരെ കാലം ശിവഭജനം ചെയ്തിട്ടാണ് ആ ക്ഷയരോഗത്തിൽ നിന്നും ചന്ദ്രൻ മുക്തനായത് എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടിയിട്ടാണ് ഈ സോമനാഥേശ്വര ജ്യോതിർലിംഗ ദർശനം ചെയ്യുക,
അവിടെ ചന്ദ്രകുണ്ഡത്തിൽ സ്നാനം ചെയ്യുക, അതൊക്കെ വളരെ വിശേഷമാണ് എന്നൊക്കെ ശിവപുരാണത്തിൽ ഈ കഥ പറയുമ്പോൾ കാണാം. അപ്പോൾ ഇവിടെ ഈ ശാപം കിട്ടിയതായ ചന്ദ്രൻ ദേവന്മാരുടെ ആ ഒരു നിർദ്ദേശമനുസരിച്ചിട്ടാണ് ശിവഭജനം ചെയ്തു എന്നും സ്തോത്രങ്ങളെ കൊണ്ട് ആ ഭഗവാനെ സന്തോഷിപ്പിച്ചു. ഗത്വാ മഹേശനികടം വിജ്ഞാപയ സദാശിവം കാളകൂടം പുരാ പീത്വാ ദേവാൻ സർവാൻ രക്ഷസ ഹത്വായമം മഹാഘോരം മാർക്കണ്ഡേയം രക്ഷഹി ഇതി ധാതൃവചശ്രുത്വാ ചന്ദ്രകൈലാസപർവതം പ്രാപ്യ നന്ദിമുഖാദേവം മഹാദേവം വാപ്യ ച പ്രണമ്യ പരയാ പ്രീത്യാ തുഷ്ടാ വിവിധൈസ്തവൈഃ പ്രസന്നേ ച മഹാദേവം വൃത്താന്തം ച ജഗാദഹി തത പ്രസന്നഹൃദയോ ഭഗവാൻ അംബികാപതി. യമനെ പോലും ഹിംസിച്ചുകൊണ്ട് മാർക്കണ്ഡേയ മഹർഷിയെ, മൃഗണ്ടു മഹർഷിയുടെ പുത്രനായിട്ടുള്ള മാർക്കണ്ഡേയനെ രക്ഷിച്ച ആളാണ് ആ ശ്രീ പരമേശ്വരൻ. കാളകൂടം എന്ന വിഷം, ഹാലാഹല വിഷത്തെ ഭക്ഷിച്ചുകൊണ്ട് ലോകത്തെ മുഴുവനും ആ വിഷഭയത്തിൽ നിന്ന് രക്ഷിച്ച ആളാണ് ശ്രീ പരമേശ്വരൻ. അവിടുന്ന് എന്നെയും രക്ഷിക്കട്ടെ. അങ്ങനെ സ്തുതിക്കുന്നതായ ചന്ദ്രനെ അനുഗ്രഹിച്ചുകൊണ്ട് അംബികാനാഥനായിട്ടുള്ള ആ ഭഗവാൻ മഹാദേവൻ പറഞ്ഞു, ദക്ഷന്റെ ശാപം ഭാഗികമായിട്ടേ നിന്നിൽ ബാധിക്കൂ. ഇനി നിന്റെ ദോഷങ്ങളെ നീക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്നും എൻ്റെ ജടയിൽ, എൻ്റെ ശിരസിൽ ചന്ദ്രനെ ഒരു അടയാളമായിട്ട് ധരിക്കും എന്നാണ്. അതാണ് ചന്ദ്രക്കല. അന്ന് മുതൽ ധരിക്കാൻ ആരംഭിച്ചു. അപ്പൊ നീ വൃദ്ധിയെ പ്രാപിക്കും. പക്ഷേ പൂർണ്ണമായിട്ടും ആ ശാപം നീങ്ങി എന്നല്ല, കലകൾക്ക് വൃദ്ധിയും ക്ഷയവും മാറി മാറി വന്നുകൊണ്ടിരിക്കും. അന്ന് മുതലാണ് ചന്ദ്രന് മാസം തോറും ക്ഷയവൃദ്ധികൾ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു. എന്തായാലും ചന്ദ്രനെ ബാധിച്ചതായിട്ടുള്ള ക്ഷയം നീക്കിക്കൊടുത്തു ഭഗവാൻ. അതല്ല എങ്കിൽ അത് ലോകത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നതുകൊണ്ടാണ് എന്നാണ്. കാരണം ദേവന്മാർക്കും പിതൃക്കൾക്കും മനുഷ്യർക്കും എന്നുവേണ്ട പ്രകൃതിയിലെ സകല ജീവജാലങ്ങൾക്കും ഒരു ബന്ധം ഈ ചന്ദ്രനുമായിട്ട് പറയും പുരാണങ്ങളിൽ. അത് നമുക്ക് അല്ലാതെ തന്നെ പുരാണത്തിലെ കഥകൾ മാത്രമല്ല, അത് മാറ്റിവെച്ചിട്ട് നോക്കിയാലും കാണാം പ്രകൃതിയിലെ പല സംഗതികൾക്കും ഈ ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങളുമായിട്ട്, ചന്ദ്രന്റെ കലകൾക്കുണ്ടാവുന്ന വൃദ്ധിക്ഷയങ്ങൾക്കനുസരിച്ചിട്ടാണ് രണ്ട് പക്ഷങ്ങൾ കൽപ്പിക്കപ്പെട്ടുള്ളത്, ശുക്ലപക്ഷം, കൃഷ്ണപക്ഷം. അതേപോലെ തന്നെ പൗർണമി, അമാവാസി, അങ്ങനെ തിഥികൾ, ഓരോ തിഥികൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ തിഥികളുടെ വ്യത്യാസം അനുസരിച്ചിട്ടൊക്കെ പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധേയമാണ്. അതിനി പുരാണ കഥകളുടെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് ബോധ്യമാവുന്ന രീതിയിലാണ് അത് പ്രകടമായിട്ടുള്ളത്. ഇപ്രകാരം ദക്ഷന്റെ തപസ്സും ഭഗവാൻ വരം നൽകിയതും ദക്ഷ സൃഷ്ടിയും ചന്ദ്രനുണ്ടായ ശാപവും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ദക്ഷകാണ്ഡത്തിലെ ആ കഥ തുടരുന്നത്. വീണ്ടും നമുക്ക് കുറച്ച് പാരായണം ചെയ്ത ശേഷം ബാക്കി കഥകളെ അനുസ്മരിക്കാം. നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. വെറ്റിവേൽ മുരുകനുക്ക് ഹര ഹരോ ഹര ഹര.